പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഹിന്ദിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ യൂണിറ്റ് 2-ലെ ജിസ് ഗലിമേ മേം രഹ്താഹും എന്ന പാഠഭാഗമാണ്. ഇത് എഴുതിയത് മിർസ ഗാലിബാണ്. ഇത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ കൈലാഷ് നാരദ്. ഇതിൽ പറയുന്നത്, ഒരിക്കൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഡൽഹി നിവാസികളെ കൊല്ലാനും കൊള്ളയടിക്കാനും ആക്രമിക്കാനൊക്കെ തുനിഞ്ഞു. ഈ സമയത്ത് മിർസ ഗാലിബ് താമസിക്കുന്ന ഒരു തെരുവ് മാത്രം അവര് അകത്തു നിന്ന് അതിൻ്റെ വാതിൽ പൂട്ടുകയും വീട്ടിനകത്ത് ഒറ്റയ്ക്കിരിക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് കുറച്ച് ദിവസങ്ങളെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം വെള്ളത്തിനും ഭക്ഷണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ അവര് വെള്ളം അന്വേഷിച്ച് തെരുവിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് വെടിമരുന്ന് നിർമ്മാണശാലയിൽ നിന്നും ലഭിച്ച വെള്ളം അവർ ശേഖരിക്കുകയും ആ വെള്ളം കുടിക്കുകയും ചെയ്തു. പിന്നീട് നല്ലൊരു മഴ പെയ്യുകയും ആ മഴയിൽ അവർക്ക് ധാരാളം വെള്ളം ലഭിക്കുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിലുള്ള സംഭവം നടന്നത്, ബ്രിട്ടീഷുകാർ നമ്മുടെ മിർസ ഗാലിബിനെയും മക്കളെയും അതുപോലെ സെർവന്റിനെയും അയൽക്കാരെയൊക്കെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. അങ്ങനെ മിർസ ഗാലിബിനെ ഇംഗ്ലീഷ് ഓഫീസറെ അടുത്ത് കൊണ്ടുവന്നാക്കി. അദ്ദേഹം ഗാലിബിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഉറുദുവിൽ കവിത എഴുതുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കവിത എഴുതുന്ന ആളാണ്, പോയറ്റാണ് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഗാലിബിനെ വെറുതെ വിട്ടു. ഇതുപോലെ കവിത എഴുതുന്ന പേരും പറഞ്ഞ് തൻ്റെ 50ഓളം വരുന്ന അയൽക്കാരെയും ഒക്കെ മിർസ ഗാലിബിനെ രക്ഷപ്പെടുത്താനായി. ഇത്രയാണ് നമ്മൾ പാർട്ട് 1-ൽ പറഞ്ഞത്. നിങ്ങൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണാം. ഓക്കെ, നമുക്ക് പാർട്ട് 2-ലേക്ക് കടക്കാം. ഹം ഗലി വാലോं ने तो किसी तरह अपने प्राण बचा लिए. അങ്ങനെ ഞങ്ങൾ, ഈ തെരുവ് നിവാസികൾ, ഞങ്ങളുടെ തെരുവിലുള്ള ആളുകൾ ഇത്തരത്തിൽ അപ്നെ പ്രാൺ ബജാ ലിയെ, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. പ്രാൺ എന്ന് പറഞ്ഞ ജീവൻ എന്നാണ്, ബജ എന്ന് പറഞ്ഞ രക്ഷിക്കുക. മഗർ മേം ഉൻ ഹസാരും അബാഗേം ദില്ലി വാലോം കെ ബാരെ മേ ക്യാ കഹൂം. പക്ഷേ ഉൻ ഹസാരും, ഹസാർ എന്ന് പറഞ്ഞ ആയിരക്കണക്കാകുന്ന അബാഗെ ദില്ലി വാലും, നിർഭാഗ്യവാന്മാരായിട്ടുള്ള ഡൽഹിക്കാരെ കുറിച്ച് എന്തു പറയാനാണ്. ഇവരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ജോ ഹവാലാദ് ഓർ കൈദ്ഖാനെ മേ ബന്ദ് കർ ദിയേ ഗയേ തേ. ഇവരെ ഹവാലാദ് എന്ന് പറഞ്ഞ കസ്റ്റഡി എന്നാണ്. അവരെ കസ്റ്റഡിയിലെടുത്ത് കൈദ്ഖാനെ, തടവറയിൽ വെച്ചു. ജയിൽ ഷഹർ സെ ബാഹർ ദി. ജയിലാണെങ്കിലോ പട്ടണത്തിന് പുറത്തായിരുന്നു. ഹവാലാത്ത് ദില്ലിക്ക് ഭീതർ, എന്നാൽ കസ്റ്റഡിയോ ഡൽഹിക്ക് അകത്തുമായിരുന്നു. ഭീതർ എന്ന് പറഞ്ഞാൽ അകത്ത്. ഇൻ ദോനോം ഹി ജഗഹോമേ, ഈ 2 സ്ഥലങ്ങളിൽ നിന്നും, അപ്പൊ കസ്റ്റഡിയിലെടുത്ത് ആളുകളെ തടവറയിലേക്ക് കൊണ്ടുപോകാൻ, ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദോനോ ഹി ജഗഹോമേ, 2 സ്ഥലങ്ങൾക്കിടയിലൂടെ ബേഷുമാർ ബേഗുനാഹോം കോ ടൂംസ് കർ ബർ ദിയ ഗയാദ. ഈ നിരപരാധികളായിട്ടുള്ള ഡൽഹിക്കാരെ എന്ത് ചെയ്തു, വാഹനങ്ങളിൽ ടൂംസ് കർ കുത്തി നിറച്ച് കൊണ്ടുപോയി. ഇസ് കദർ ബർ ദിയ ഗയാ കി ലഗ്താദ ആത്മീ കെ ഭീതർ ആത്മീ സമായാ ജാ രഹാ ഹോ. ഇങ്ങനെ കുത്തി നിറച്ച് ആളുകളെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്നറിയോ, ആത്മീ കെ ഭീതർ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആത്മീ സമായാ ജാ രഹാ ഹോ, ഒരു മനുഷ്യനെ ചേർത്ത് വെച്ച പോലെ തോന്നി. സാംസ് ലേനെ മേ ഭി ദിക്കത്ത് ഹോ രഹി തി. ശ്വാസം വിടാൻ പോലും അവർക്ക് വലിയ ദിക്കത്തുണ്ടായി. ദിക്കത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസം, ബുദ്ധിമുട്ട് എന്നാണ്. ബുദ്ധിമുട്ടുണ്ടായി. ഇൻ ദോനോം ഹി കൈദ്ഖാനോം കെ ബന്ദിയോം കോ ബാദ് മേ ഫാംസി ദേ ദി ഗയി. എന്നിട്ട് എന്താ ചെയ്ത്, ഈ തടവറയിലാക്കിയിട്ടുള്ള നിരപരാധിയായിട്ടുള്ള ഈ ആളുകളെ എന്ത് ചെയ്തു, ഫാംസി ദേ ദി ഗയി, അവരെ തൂക്കിലേറ്റി. നഹി മാലൂം കിത്തനെ ലാഖ് ലോകവും മാർ ടാലെ ഗയെ. അറിയില്ല
നെഹിമാലും അറിയില്ല, കിത്തിനെ ലാഗ് എത്ര ലക്ഷം ലോക് ജനങ്ങളെയാണ് മാർ ടാലേഗയെ ഇത്തരത്തിൽ കൊന്നടുക്കിയത് എന്ന് അറിയില്ല. ഇതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ദില്ലി മേ അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബജെ ഹോഗെ. അങ്ങനെ ഡൽഹിയിൽ ഇനി ആയിരക്കണക്കാകുന്ന ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി സബ് ബാക്കിയുള്ള ആളുകളെയൊക്കെ അഗ്രസോം കെ ഗുസ്സെ കാ ഷികാർ ഹോ ഗയ. ബാക്കിയുള്ള ആളുകളൊക്കെ ബ്രിട്ടീഷുകാരുടെ ദേഷ്യം അവരെ വേട്ടയാടി. ഷിക്കാർ എന്ന് പറഞ്ഞാൽ വേട്ടയാടുക, ഗുസ്സ എന്ന് പറഞ്ഞാൽ അവരുടെ ദേഷ്യം വേട്ടയാടി എന്ന് പറഞ്ഞാൽ എന്താ, അവരെ കൊന്നൊടുക്കി. ബജെ സിർഫ് വേ ജോ ദില്ലി സെ ഭാഗുകയെ. കേവലം കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, ഡൽഹിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. വേ ലോഗ് ഖുഷ് കിസ്മത്ത് ദേ. അവർക്കും നിർഭാഗ്യം ഉണ്ടായിരുന്നു. വർണ്ണ ഉനെ ബി ഫാംസി ദീദി ജാതി. അവരെയും എന്ത് ചെയ്തു, ഡൽഹിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ആളുകളെയും തൂക്കിലേറ്റി. ദില്ലി മേ രഹ്ന ഹി ഇൻ ദോനോം മാനോം അപരാധ ഹോ ഗയാദ. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ താമസിക്കുക എന്നത് എന്തോ ഒരു കുറ്റമാണ് എന്ന രീതിയിലാണ് ഡൽഹിക്കാർ ദില്ലി നിവാസികളെ കൊന്നൊടുക്കിയത്. നെക്സ്റ്റ് പറയുന്നു, മേരി പഹ്ചാൻ കാ ബിസ്തീത. എനിക്ക് പരിചയമുള്ള ഒരു ബിസ്തി ഉണ്ടായിരുന്നു. ബിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ആൾ. ചിരാഗ് അലി, അദ്ദേഹത്തിന്റെ പേര് ചിരാഗ് അലി എന്നാണ്. ബഹദ് സീത ആത്മി, അങ്ങേയറ്റം ഒരു സാധാരണ മനുഷ്യനായിരുന്നു അദ്ദേഹം. സീത എന്ന് പറഞ്ഞാൽ സാധാരണ, ആത്മി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. रोज सुबह शाम नहर का പാനി അപ്പിനി മഷക് മേ ബർത്താദ. അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? റോസ് എന്ന് പറഞ്ഞ ഡെയിലി എന്നാണ്. എല്ലാ ദിവസവും സുബ് ഷാം രാവിലെയും വൈകുന്നേരവും നഹർ കാ പാനി തൊട്ടടുത്തൊരു തോടുണ്ട്. നഹർ എന്ന് പറഞ്ഞ തോട്. തോട്ടിൽ നിന്നും പാനി വെള്ളം അപ്പിനി മഷക് മേ ബർത്ത തന്റെ കയ്യിലുള്ള തുകൽ പാത്രം, മഷക് എന്ന് പറഞ്ഞ തുകൽ പാത്രത്തിൽ നിറയ്ക്കും. ഓർ അല്ലാഹ് ഗുൺ ഗാത്ത ഹുവ. കൂടാതെ ഈ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. സടക്കുകോ സീച്ച കർത്ത. എന്നിട്ട് എന്താണ് പരിപാടി? റോഡ് നനയ്ക്കുകയായിരുന്നു ചിരാഗ് അലിയുടെ ജോലി. ഗാനെ കേലിയെ ജോബി റുക്കി സൂക്കി മിൽ ചാത്തിരി. അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള വക തേടിയിരുന്നത് ഇത്തരത്തിൽ ജോലി ചെയ്തിട്ടാണ്. ഉസിക്കോ ഗലേക്കെ നീച്ചെ ഉദർ അപ്പനെ മേ മങ്ന രഹത്ത. അങ്ങനെ അദ്ദേഹം ഈ ഒരു ജോലിയിൽ മുഴുകും. അള്ളാഹുവിന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് തന്റെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കും. മകൻ എന്ന് പറഞ്ഞാൽ മുഴുകുക എന്നാണ്. ഏക് റോസ്, അങ്ങനെ ഒരു ദിവസം ദില്ലി മേ ബഡെ ഹാക്കിം, ഡൽഹിയിലെ ഏറ്റവും വലിയ ഒരു ബ്രിട്ടീഷുകാരുടെ ഓഫീസർ ആയിട്ടുള്ള ഹഡ്സൺ സാഹബ്, ഓഫീസറുടെ പേര് ഹഡ്സൺ സാഹബ്. ഹഡ്സൺ സാഹബ് ജബ് സടക് സെ അപ്നെ ഗോഡെ പർ സവാർ ഹോക്കർ നികൽ രഹേ ഥേ. ഒരു ദിവസം ഡൽഹിയിലെ ഏറ്റവും വലിയ ഓഫീസർ ആയിരുന്ന ഹഡ്സൺ സാഹബ് സടക് സെ റോട്ടിലൂടെ അപ്നെ ഗോഡെ പർ അദ്ദേഹത്തിന്റെ കുതിരയുടെ പുറത്ത് സവാർ ഹോക്കർ, സവാർ എന്ന് പറഞ്ഞ സവാരി ചെയ്യാം, കുതിരപ്പുറത്ത് കയറി നികൽ രഹേദെ വരികയായിരുന്നു. ചിരാഗ് അലി സടക്ക് സീച്ച് രഹാദ. ഈ സമയത്ത് ചിരാഗ് അലി സടക്ക് സീച്ച് രഹാദ, റോഡ് നനയ്ക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ ഹഡ്സൺ സാബ് റോഡിലൂടെ കുതിരപ്പുറത്ത് വരുന്ന സമയത്ത് നമ്മളുടെ പാവൻ ചിരാഗ് അലി എന്ത് ചെയ്യുകയായിരുന്നു? അള്ളാഹുവിന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് റോഡ് നനയ്ക്കുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാഹബ് കോ സലാം നഹീ കിയ. ഈ ജോലി തിരക്കിനിടയിൽ അവൻ നമ്മുടെ ചിരാഗ് അലി ഹഡ്സൺ സാഹിബിന് സലാം നഹീ കിയ, ഹഡ്സൺ സാഹിബിനോട് നമസ്കാരം പറഞ്ഞില്ല, സലാം ചെയ്തില്ല. ഈശ്വർക്ക് ഗുൺ ഗാത്ത രഹ, അതിനു പകരം ഈശ്വരന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഹഡ്സൺ സാഹിബ് കോ ഗുസ്സ ആയ. ഇത് കേട്ടപ്പോൾ ഹഡ്സൺ സാഹിബിന് വലിയ ദേഷ്യമുണ്ടായി. ഗുസ്സ എന്ന് പറഞ്ഞ ദേഷ്യം എന്നാണ്. ഉനോനെ അപ്പിനി തൽവാർ സെ. അങ്ങനെ ഹഡ്സൺ സാഹിബ് എന്താ ചെയ്തെന്ന് അറിയൂ? ഉനോനെ അപ്പിനി തൽവാർ സെ, നമ്മുടെ ഹഡ്സൺ സാഹിബ് തന്റെ തൽവാർ എന്ന് പറഞ്ഞാൽ വാള്, തന്റെ വാളെടുത്തിട്ട്
അബാഗ് ചിരാഗ് അലി ക പേട് ചീർട്ടാല, നമ്മളുടെ നിർഭാഗ്യവാനായിട്ടുള്ള ചിരാഗ് അലിയുടെ പേട് ചീർട്ടാല. പേട് എന്ന് പറഞ്ഞാൽ വയറ് വാളുകൊണ്ട് കീറി. ഓർ ഉസ്കി ലാഷ് ദില്ലി ദർവാസെ പർ ടാങ്ക് ദി, കൂടാതെ നമ്മുടെ ചിരാഗ് അലിയുടെ ലാഷ് എന്ന് പറഞ്ഞ ശവം, മൃതശരീരം, ദില്ലി ദർവാസെ പർ ടാങ്ക് ദി, ഡൽഹിയുടെ കവാടത്തിൽ തൂക്കിയിട്ടു. ടാങ്ക് എന്ന് പറഞ്ഞ തൂക്കിയിടുക. ഇനി ഹഡ്സൺ സാഹിബിനെ ബാദഷാ ബഹദൂർ ഷാ जफर के दोनों बेटों शहरशाह फैसल और मिर्जा अबू बकर का भी गून कर उनके सिर दिल्ली दरवाजे पर लटका दिए गए. ഈ ഹഡ്സൺ സാഹിബാണ് ഇതുപോലെ എന്ത് ചെയ്തത്? ബഹദൂർ ഷാ ജഫറിന്റെ മക്കളായിട്ടുള്ള ഷഹർഷാ ഫസലിനെയും മിർസ അബൂബക്കറിനെയും കൊന്നിട്ട് ഉൻകെ സിർ, അവരുടെ തല, ദില്ലി ദർവാസെ പർ ലടുക്ക ദിയകെ, ഡൽഹിയുടെ കവാടത്തിൽ തൂക്കിയിട്ടു. ഹഡ്സൻ കാ ഹിന്ദുസ്ഥാനിയും കാ ഗുൻ കർണേ മേ ബഡാ മസ ആതാ താ. ഹഡ്സൻ സാഹബിന് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞ എന്താ? ഇന്ത്യക്കാരെ ഗുൻ കൊല ചെയ്യുക എന്നത് ബഡാ മസ ആതാ താ, വലിയ രസകരമായ കാര്യമായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഇന്നെടുത്ത ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ചോദ്യമാണ്, ഹഡ്സൺ സാഹിബ് ചിരാഗ് അലിയെ എന്ത് ചെയ്തു? തന്റെ വാളുകൊണ്ട് വയറ് കീറി കൊന്നു, ശരീരം ഡൽഹിയുടെ കവാടത്തിൽ തൂക്കിയിട്ടു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമാചാർ പത്ര അല്ലെങ്കിൽ പത്രവാർത്ത, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഒരു ഹെഡ്ലൈന് വേണം, ഒരു സ്ഥലം വേണം, പിന്നെ എന്താണ് അവിടെ നടന്ന സംഭവം എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കണം. അപ്പൊ നിങ്ങൾ ഒരു സമാചാർ പത്ര എഴുതി നോക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.